ഒരു ദിവസം വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ പിതാവിനോടൊപ്പം കടയിൽ തുണിത്തരങ്ങൾ വിൽക്കുന്നതിനിടെ ഒരു ദരിദ്രൻ ഭിക്ഷ ചോദിച്ച് അടുത്തു വന്നു. മുൻപ് പലപ്പോഴും ഫ്രാൻസിസ് ഭിക്ഷക്കാരോട് ദയ കാണിച്ചിരുന്നുവെങ്കിലും ഈ സമയം പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അവനെ കടയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ താൻ ചെയ്തതിനെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ആഴത്തിലുള്ള പശ്ചാത്താപം തോന്നി. അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി. അവൻ ആ ദരിദ്രന്റെ പിന്നാലെ ഓടി ധാരാളം നാണയങ്ങൾ അവന് നൽകി. ദരിദ്രൻ നന്ദിയോടെ അത് സ്വീകരിച്ചു. ആ നിമിഷം മുതൽ സഹായം തേടുന്ന ഒരാളെയും ഇനി ഒരിക്കലും നിരസിക്കരുതെന്ന് വിശുദ്ധ ഫ്രാൻസിസ് തീരുമാനിച്ചു. ഈ സമയത്ത് ഫ്രാൻസിസ് ദൈവത്തെയും അയൽക്കാരെയും പൂർണ്ണമായി സ്നേഹിക്കുവാൻ തൻ്റെ ജീവിതം സമർപ്പിച്ചിരുന്നില്ല. എന്നിരുന്നാലും അവൻ്റെ ഉള്ളിൽ ഒരു മനോഹരമായ മാറ്റം ആരംഭിച്ചിരുന്നു. ഉദാരമായ ഒരു ഹൃദയം. സൗകര്യങ്ങളും ആസ്വാദ്യങ്ങളും അവന് ഇഷ്ടമായിരുന്നെങ്കിലും ദുരിതം അനുഭവിക്കുന്നവരോടുള്ള കരുണ അവന് തടയാനായില്ല. ഈ സ്നേഹപൂർണമായ ദൗർബല്യത്തിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ ഉള്ളിൽ ശക്തിയായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ ദരിദ്രരോടുള്ള ആഴമുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വർദ്ധിപ്പിക്കാം. ഈ തപസ്സുകാലത്തിൽ പ്രാർത്ഥനയിലൂടെയും മറ്റുള്ളവരെ സേവിക്കുവാനുള്ള മനോഭാവത്തിലൂടെയും നമുക്ക് ഈ ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ വളരാം. ദൈവം നമ്മുടെ ഉള്ളിൽ നട്ടുവച്ചിരിക്കുന്നതിനെ അവഗണിക്കാതിരിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി പ്രകടിപ്പിക്കുവാൻ നമുക്ക് അനുവദിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിലൂടെ പൂർണ്ണമാകട്ടെ. ആമേൻ. നാഥനോടൊപ്പം ആത്മനാഥനോടൊപ്പം ആത്മദാഹം തീർക്കുമീ നോമ്പുകാലം. ആത്മനോ